നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ ഞാൻ ഇത്ര വേദനിക്കുന്നത്? എന്തിനാ ഹൃദയം പറിച്ചെടുക്കുന്ന പോലെ സങ്കടപ്പെടുന്നത്? പോട്ടെ, എവിടേക്ക് പോയാലും എനിക്കെന്താ? യാത്ര പെട്ടെന്നായല്ലോ. ഭാഗ്യമായെന്ന് പറയച്ചോദേ. ഓ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി അവളുടെ ജീവിതത്തിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പ്രിയങ്കമോള് പറഞ്ഞത് കേട്ടപ്പോ രാധികമോൾക്ക് നല്ല വിഷമമായി. താനത് ശ്രദ്ധിച്ചോ? അവളുടെ വിഷമമൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. കണിമംഗലത്തേക്ക് പ്രിയങ്കയെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് തന്നെ അവക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവര് അമേരിക്കയിലേക്ക് പറക്കാന്ന് കേട്ടാ സഹിക്കോ അവക്ക്? ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാ അമ്മ രാധികമോട് പെരുമാറുന്നത്. എന്തായാലും പോകുമ്പോ നമുക്ക് രാധികമോളെ കൊണ്ടുപോകണം. ആ വേണം ദേവേട്ട, ഇല്ലെങ്കിൽ അവക്ക് വിഷമാവും. എന്തായിരിക്കും പെട്ടെന്ന് പോകാൻ തീരുമാനിക്കാനുള്ള കാരണം? അപ്പോ ഇതാണോ എന്തോ തീരുമാനം എടുക്കുന്നു പറഞ്ഞത്? പോട്ടെ, അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ പ്രിയയുടെ ജീവിതം നന്നായിരിക്കുമല്ലോ. ഹലോ. ആ, ഞാനിനി തന്നെ ഒരുപാട് ശല്യപ്പെടുത്തില്ല. ഞാനേ ഈ നാട്ടിൽ നിന്ന് പോവാ. എന്നെ എനിക്ക് വേണ്ട. ഇനി എനിക്ക് ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല. യാത്ര ചോദിക്കുമ്പോൾ എനിക്ക് തന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളത്. എൻ്റെ മരണം കൊണ്ട് പോലും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ. അത് തന്നെയാ. എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. എന്തിനാ ഞാൻ ഇത്ര വേദനിക്കുന്നത്? എന്തിനാ ഹൃദയം പറിച്ചെടുക്കുന്ന പോലെ സങ്കടപ്പെടുന്നത്? പോട്ടെ, എവിടേക്ക് പോയാലും എനിക്കെന്താ? എനിക്കെന്താ?
മോർണിംഗ്. ആ മ്യൂസിക് ക്ലാസ്സിന് ഞാൻ ഇന്നലെ പറഞ്ഞ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തില്ലേ? ആ ശരി ശരി. ഇവിടെയാണോ മോക്ക് ജോലി? ആ അതെ അമ്മേ. ആ ആ ദേ അശ്വതി മാഡം നിൽക്കുന്നു. വാ. വാ വാ. അമ്മയാ? ആ എനിക്കറിയാലോ, അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല രാധിക എന്താ ഇങ്ങനെ ഒരു പരിഭ്രമത്തിൽ നോക്കുന്നേ? അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ സംഗീതം പഠിപ്പിക്കുന്നത് ചെറിയൊരു സ്ഥലത്താ. ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത്. വലിപ്പം കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇവിടെ കുട്ടികൾ ഒരുപാടുണ്ട്. വാ, മാഡം നിങ്ങളെ കാത്തിരിക്കാം. വാ. ആ ഇന്നലെ രാധികയോട് സംസാരിച്ച മാഡം ഇല്ലേ, ആള് തന്നെയാ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ അമ്മേ. മാഡം വരൂ, ഇരിക്കാം. വാ അമ്മേ. ഗുഡ് മോർണിംഗ് മാഡം. ഇരിക്കാം ഇരിക്കാം. ഇരുന്നോളൂ. മാഡം ഇരിക്കാം. ഇന്നലെ മാഡത്തിന്റെ പേര് ചോദിച്ചത്. ഓ അപ്പോ എന്തോ ഒരു തടസ്സം വന്നു അല്ലേ? എന്റെ പേര് ഫിദ. മാഡം ഞാൻ പാട്ടൊക്കെ പാടും, അത്യാവശ്യം നൃത്തം ചെയ്യാനും അറിയാം. എന്നാലും ഈ സ്കൂളിന്റെ വലിപ്പവും കുട്ടികൾ ഒരുപാടുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഞാൻ തൽക്കാലം എന്തേലൊക്കെ നോക്കിയും കണ്ടും ഒരു സഹായം പോലെ. ഏയ് അതൊന്നും പറ്റില്ല. സ്കൂള് നടത്താൻ ഫിദ മാഡം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. പക്ഷേ എനിക്ക് പലപ്പോഴും ഫിദ മാഡത്തിന്റെ കൂടെ യാത്ര ചെയ്യാനുണ്ടാവും. അങ്ങനെ വരുന്ന അവസ്ഥയില് സ്കൂളിന്റെ മൊത്തം ഉത്തരവാദിത്വവും രാധികയ്ക്കായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.